കഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ കേസിൽ വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന് പിന്നാലെ SIT പോവുകയാണ്. 2024 മാർച്ചിലാണ് ഗ്രൂപ്പ് രൂപീകരിച്ചത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മീഡിയ സെല്ല് പോലെയാണ് ഗ്രൂപ്പ് പ്രവർത്തിച്ചത്. DYFI ബ്ലോക്ക് തലത്തിലുള്ള നേതാക്കളും CPM വടകര പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള CPM നേതാക്കളും അംഗങ്ങളായിരുന്നു. വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് വടകര സ്ക്വാഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അസ്ലം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വടകര സ്ക്വാഡ് ഗ്രൂപ്പിലാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് വന്നത് എന്നുള്ളൊരു കണ്ടെത്തൽ SIT നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഉന്നത CPM നേതാക്കളും DYFI നേതാക്കളും ഒക്കെയുള്ളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ള ഒരു സംശയം കൂടി SITക്ക് ഉണ്ടാകും. അതിന്മേലാണോ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? ജിൽസി, പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് കാഫിർ സ്ക്രീൻഷോട്ട് കേസ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് എവിടെ നിന്ന് ഈ വാട്സപ്പ് കിട്ടി എന്നതിലേക്ക് എത്താൻ കഴിഞ്ഞു. അത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണെന്ന് മനസ്സിലാക്കുന്നു. ജിതിൻ ഭാസ്കരൻ എന്ന് പറയുന്ന ആളാണ് അത് പോസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി. അതിൽ അഡ്മിൻ അവരെയൊക്കെ ചോദ്യം ചെയ്തു. എന്നാൽ ഇന്നലെ DYFIയുടെ നേതാക്കൾ രംഗത്തിറങ്ങിക്കൊണ്ട് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ഭീകര ഗ്രൂപ്പ് ഒന്നുമല്ല, ഞങ്ങൾ പ്രധാനപ്പെട്ട ആ സമയത്ത് ഉണ്ടായിരുന്ന വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണെന്ന് അത് പറഞ്ഞ് അതിനെ മാത്രമല്ല SITയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന രീതിയിൽ ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചെങ്കിൽ പോലും പോലീസിനെ സംബന്ധിച്ചോളം പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോളം ഈ ഒരു വടകര സ്ക്വാഡ് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. DYFI നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2024 മാർച്ച് 18 തീയതിയാണ് ഈ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ആ സ്ക്വാഡ് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച ദിവസം ആരൊക്കെയാണ് അതിൻ്റെ അംഗങ്ങളായിരുന്നു തുടങ്ങിയുള്ള കൃത്യമായ വിവരങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അതിൽ DYFIയുടെ മേഖലാ തലത്തിലും മറ്റുമൊക്കെയുള്ള നേതാക്കളും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു മീഡിയയുടെ ചുമതല, മീഡിയയിൽ എന്തൊക്കെ വരണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ ആഭ്യന്തരമായി ആലോചിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് അപ്പോൾ അന്വേഷണ സംഘം അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ വടകര മേഖലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾ അതിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം വരുന്നത്. സ്വാഭാവികമായിട്ടും അതിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം അത് ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ചില ആൾക്കാരുടെ എങ്കിലും നിർദ്ദേശപ്രകാരമായിരിക്കാം എന്നുള്ളൊരു നിഗമനം കൂടി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ എവിടേക്കാണ് എത്തേണ്ടത് അല്ല ഏതിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു കൃത്യമായ സൂചനയുണ്ട്. അതിലേക്കുള്ള ഒരു യാത്രയിൽ തന്നെയാണ് പിന്നെ പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഡ്മിന്മാരെയൊക്കെ ചോദ്യം ചെയ്തു. ഇന്ന് ഒരുപക്ഷെ പിന്നെ പോലീസിന്റെ ഉന്നതതല മീറ്റിംഗും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ആ ചോദ്യം ചെയ്യൽ നടപടി ഉണ്ടാവില്ല. അതേസമയം തന്നെ വടകര സ്ക്വാഡുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരിലെ കൂടുതൽ ആൾക്കാരെ കൂടി ചോദ്യം ചെയ്തുകൊണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അത് രൂപീകരിച്ചത്, ആരാണത് രൂപീകരിച്ചത് എന്നൊരു കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. DYFIയുടെ ഇന്നലത്തെ പ്രതികരണം പോലും ഒരുപക്ഷെ ഞങ്ങൾ ശരിയായ വഴിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന ആത്മവിശ്വാസം കുറച്ചുകൂടി പകരുന്നതാണ് SITക്ക്. പ്രത്യേകിച്ച് വടകര സ്ക്വാഡ് എന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ അടങ്ങിയ ഒരു ഗ്രൂപ്പാണെന്ന് DYFI നേതാക്കൾ തന്നെ പറയുമ്പോൾ എന്തായാലും പിന്നെ SITയെ സംബന്ധിച്ചോളം അത് അന്വേഷണം അവരുടെ കണ്ടെത്തലുകളെ സ്ഥിരീകരിക്കുന്ന കൂടി ചെയ്യുന്നൊരു പ്രസ്താവന എന്തെങ്കിലും ഉണ്ടായെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യതയിലേക്ക് പോവുകയാണെന്ന് കരുതുന്നു. എന്തായാലും വടകര സ്ക്വാഡ് കേന്ദ്രീകരിച്ച് അന്വേഷണം സജീവമാക്കുന്നുണ്ട്. അത് രൂപീകരിച്ച തീയതി, അതും അതിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ, എന്തിനായിരുന്നു അത് രൂപീകരിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ചില പ്രധാനികളുടെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയും ആദ്യം അതിലിടുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്ത് പോവുകയും ചെയ്തു എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും പോലീസ് SI പ്രത്യേക അന്വേഷണ സംഘം T മനോഹരൻ്റെ നേതൃത്വത്തിലുള്ള DSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നാളെയും മറ്റ് ചില ആൾക്കാരെ കൂടി ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ ഒരു റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പ് കൂടി അവർ നടത്തുന്നുണ്ട്. ഇടയ്ക്ക് വടകര നമുക്കറിയാം SP മാരുടെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. വടകര റൂറൽ SP ആയിട്ട് കോഴിക്കോട് റൂറൽ SP ആയിട്ട് പുതിയ ആൾ ചാർജ്, അപ്പോൾ ഫറാഷിന് പകരം പുതിയ ആൾ ചാർജ് എടുത്ത സാഹചര്യത്തിൽ നിലവിൽ പോലീസ് കമ്മീഷണറായിരുന്ന ആൾ ചാർജ് എടുത്ത സാഹചര്യത്തിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ കൂടിയൊക്കെ ഉണ്ടാവും. എന്തായാലും വടകര സ്ക്വാഡ് തന്നെയായിരിക്കും പ്രഭവ കേന്ദ്രം. അതനുസരിച്ചുള്ള അതിനെ ചുറ്റിപ്പറ്റി അതിൽ ആരാണ് നിർദ്ദേശം നൽകിയതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്.